അദ്ദേഹത്തിന്റെ പേരാണ് ആസിഫ് ഇബ്നു ബർഖയ. ആസിഫ് ഇബ്നു ബർഖയ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പത്ര സുലൈമാൻ നബിയെ, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. അങ്ങൊന്ന് കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്, അങ്ങ് കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആ ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഞാൻ കൊണ്ടുവരാൻ നബിയെ. ആളുകൾ അത്ഭുതത്തോട് നിന്നപ്പോ, ആരാണ് ഇത്ര പെട്ടെന്ന് കൊണ്ടുവരുന്നത്? മഹാനായ ആസിഫ് ഇബ്നു ബർഖയ ആ സദസ്സിൽ എഴുന്നേറ്റ് നിന്നു. അല്ലാഹുവിലേക്ക് സർവ്വതും അർപ്പിച്ചിട്ട് ഒരൊറ്റ ദുആയാണ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ദിക്ർ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണെന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിക്ർ പറയേണ്ട താമസം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ബൽക്കീസിന്റെ സിംഹാസനം സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിന് മുമ്പിൽ പറന്നു വന്നിരുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്ത മുഅ്ജിസത്താ. ഇവിടെ ആസിഫ് ഇബ്നു ബർഖയ പറഞ്ഞതെന്താ? ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാം. അനാതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. അങ്ങയുടെ കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്. ആസിഫ് ഇബ്നു ബർഖയ ഇവിടെ എന്നെ നോക്ക്. അദ്ദേഹം പറഞ്ഞ എന്താ? കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് അനാതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. അങ്ങ് കണ്ണടച്ച് തുറക്കുന്നതിന് ായിരിക്കും. നിങ്ങൾ ഉറങ്ങുക. കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്. ഖുർആൻ പ്രസംഗം എങ്ങനെയാണ്? വാള് പറഞ്ഞാൽ പിന്നെ എന്തേലും പറഞ്ഞ് അങ്ങോട്ട് പോയാൽ മതി. ഈ ഖുർആൻ എന്താന്ന് പരിചയപ്പെടണ്ടേ? ഒരാൾക്ക് കണ്ണടയ്ക്കണമെങ്കിൽ, കണ്ണടച്ച് തുറക്കണമെങ്കിൽ എത്ര സമയം വേണം? കണ്ണടച്ച് തുറക്കണമെങ്കിൽ 1 സെക്കൻഡ് അല്ലേ? കണ്ണടച്ചു തുറന്നു, 1 സെക്കൻഡ്. അങ്ങനെയല്ലേ? കണ്ണടച്ച് തുറക്കണമെങ്കിൽ 1 സെക്കൻഡ് മതിയില്ലോ. ഇവിടെ ഖുർആൻ പറഞ്ഞത് എന്താ? ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്. അപ്പൊ 1 സെക്കൻഡിന് വേണ്ട, 1 സെക്കൻഡ് വേണ്ട. എത്ര സെക്കൻഡ് മതി? അര സെക്കൻഡ് മതി. മനസ്സിലാകാനുണ്ടെന്ന് ഞാൻ പറയണത്. ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്. കണ്ണടച്ച് ചിമ്മി തുറക്കണമെങ്കിൽ 1 സെക്കൻഡ്. അതിന് മുമ്പെന്ന് പറഞ്ഞാൽ അര സെക്കൻഡ്. സെക്കൻഡിനെ വിഭജിക്കാമെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ സെക്കൻഡിനെ വിഭജിക്കാമെന്ന് മഹാനായ സുലൈമാൻ നബിയുടെ സദസ്സിലൊരാള് പറയുന്നത് BC 1050ലാണ്. സെക്കൻഡിനെ വിഭജിക്കാമെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് 19ാം നൂറ്റാണ്ടിന് അവസാനത്തിലാ. BC 1050 സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു മൊയ്ലിയാര് പറയാ സെക്കൻഡിനെ വിഭജിക്കാമെന്ന്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത, ഒരു പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്ത ആമിനയുടെ മുത്തുമോ നബി മുഹമ്മദ് മുസ്തഫ സെക്കൻഡിനെ വിഭജിക്കാമെന്ന് പറഞ്ഞതാരാ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്തേ ശാസ്ത്ര വിദ്യാർത്ഥികളെ ഇത് നിങ്ങളുടെ റെഫറൻസ് ഗ്രന്ഥമാകുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? പറയാണ് ഞാൻ സെക്കൻഡിനെ വിഭജിക്കാമെന്ന് കണ്ടുപിടിച്ചത്, പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആനാണ്. ഇത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് ഇല്ലാതായി പോയി. നമ്മൾ ഖുർആൻ ഓതും. യഥാർത്ഥത്തിൽ ഇവിടെ ഖുർആൻ ഓതാൻ കണ്ടപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഓതാന്ന് നിങ്ങൾക്ക് കവ്വായിക്കാർക്ക് മനസ്സിലായത്. ഈ 3 ദിവസം ഇവിടെ ഖിറാഅത്ത് നടന്നപ്പോഴല്ലേ ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ ഓതണേ നമുക്ക് മനസ്സിലായത്. അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? നമ്മള് ഖുർആൻ ഓതണ എങ്ങനെയാ? എത്ര മധുരമായി, ഏതൊക്കെ രീതിയിൽ? സബ് ഖിറാഅത്തുണ്ട്. 7 രീതിയിൽ ഓതാം. വല്ലുഹ, വല്ലുഹേ, വല്ലുഹേ, വല്ലൈലി ഇദാ സജേ ഓതാം. നമ്മൾ ഖുർആൻ ഓതണ എങ്ങനെയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാഖതു മൽഹാഖ വമാ അദ്റാക മൽഹാഖ കദബത സമൂദ് മാദും ബിൽ ഖാരിയ അമ്മാ സമൂദ് വഉലികു ബിത്താഖിയ. നമ്മളെ റമളാനിലെ ഒരു ആചാരം പോലെ ഇങ്ങനെ ഓതി തീർക്കുന്നതല്ല ഖുർആൻ.
വരികൾക്കിടയിലൂടെ വർത്തമാനകാല ലോകത്തിന്റെ ധവള വിപ്ലവത്തിന്റെ പുറപ്പാട് പാടിയ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സെക്കൻഡിനെ വിഭജിക്കാമെന്ന് BC 1050 എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇനി ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരട്ടെയോ? സൂറത്തുൽ നംലിന്റെ കഥ ഞാൻ അവസാനിപ്പിക്കുകയാ. മഹാനായ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് ബിൽക്കീസ് വന്നു. ആ ബിൽക്കീസ് വന്നപ്പോ സുലൈമാൻ നബിയുടെ കൊട്ടാരം പളപള മിന്നുന്ന കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലേക്ക് കയറുമ്പോ അതിന്റെ മുകളിൽ ഗ്ലാസ് വിരിച്ചിരിക്കുകയാണ്. താഴ്ഭാഗത്തുകൂടി അരുവി ഇങ്ങനെ ഒഴുകി നടക്കുകയാ. ഇന്ന് കേരളത്തിൽ അങ്ങനെയുള്ള വീടുകളുണ്ട്. ഗ്ലാസിന്റെ താഴ്ഭാഗത്തുകൂടി താഴെ കൂടി അരുവി, മുകളില് ഗ്ലാസ്. ഇന്നലെ ഞാൻ ഖത്തറിലാണ്. ഖത്തറിൽ പോയപ്പോ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, അടുത്തൊരു വീട്ടിൽ ഹൗസ് വാമിങ്ങിന് പോയി. ഡൈനിങ് ടേബിൾ ഇരിക്കുമ്പോ മുകളിൽ ഗ്ലാസ് ആണ്, താഴെ സ്വിമ്മിംഗ് പൂൾ ആണ് അത്ര. ഞാൻ ഖത്തറിലുണ്ടായിരുന്നു, ഇന്ന് രാവിലെ വന്നു. അപ്പോ ഒരു പുതിയ വീടിന്റെ ഹൗസ് വാമിങ്ങിന് പോയത്രേ. അപ്പോ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ താഴെ ടൈലും മൊസൈക്കൊന്നും അല്ല, ഗ്ലാസ് ആണ്. ഗ്ലാസിന്റെ അടിയില് ഗ്രൗണ്ട് ഫ്ലോർ സ്വിമ്മിംഗ് പൂളാണ്. അത് കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ അത്രേ. സ്വർഗം നമ്മൾ ഭൂമിയിൽ തന്നെ ഒരുക്കാൻ തുടങ്ങി എന്നതാണ് പുതിയ വാർത്തകൾ. ഞാൻ അതിലേക്കൊന്നും ഒരു വിമർശനാത്മകമായി കടക്കുന്നില്ല, അല്ലേ തന്നെ വിവാദങ്ങൾ വേണ്ടുവോളുണ്ട്. നമ്മുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നവർ നായ്ക്കൾ 4 ഭാഗത്ത് ഓരിയിടുമ്പോ ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞത് സമയം കുറവായത് കണ്ടാണ്. പറയണോന്ന് വിചാരിച്ചാൽ ഞാൻ എന്തും പറയണ ആളാണ്. എനിക്കൊരു മനുഷ്യനെ പേടിയില്ല. കാര്യം ട്രോളന്മാരെയും പേടിയില്ല, ഫേസ്ബുക്കിലെ ക്ഷുദ്രജീവികളെയും പേടിയില്ല. ദീനിന്റെ കാര്യം പറയുന്ന കാര്യത്തിൽ ലോകത്തൊരു ഇൻസാനെ എനിക്ക് പേടിയില്ല. അത് ഞാൻ ഇനിയും പറയും ചെയ്യും, ഇനിയും പറയും. മഴയല്ല, കാറ്റല്ല, ഏത് അള്ള ഇല്ല എന്ന് പറയണവന് മഴയേറ് കാറ്റ്. അള്ള ഉണ്ടെന്ന് പറയണവനോ അല്ലേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പിന്നെ എല്ലാത്തിനും മറുപടി പറയാത്ത എന്താണെന്നറിയാവോ? ചിലപ്പോ നമ്മൾ പച്ച പൊട്ടന്മാരാവണം, എന്നാലേ നമുക്ക് മുകളിലെത്താൻ പറ്റും. എല്ലാത്തിനും മറുപടി പറഞ്ഞാൽ നമ്മൾ ജയിക്കില്ല. ചിലതിന് നമ്മൾ പൊട്ടന്മാരാവണം, പച്ച പൊട്ടനാവണം. ഞാനത് കേട്ടിട്ടില്ല. അവലക്കത് അമുറു അലല്ല അത് എന്നെ അല്ല പറഞ്ഞെന്ന് കരുതിയിട്ട് നടന്നു പോയാലേ ചിലപ്പോ നമുക്ക് മേപ്പോട്ടെത്താൻ പറ്റും. ഒരു കൊമ്പുമില്ലാത്ത മരത്തിന്റെ മുകളിൽ കയറുന്നവർക്ക് സ്വർണ്ണ കിരീടം കൊടുക്കാന്ന് പറഞ്ഞു മൃഗരാജാവായ സിംഹം. അങ്ങനെ പുള്ളിപ്പുലിയും അണ്ണാനും ഉടുമ്പും ഒക്കെ പാഞ്ഞു കയറിയിട്ട് കയറാൻ പറ്റില്ല, പരാജയപ്പെട്ട് താഴെ വീണു. അപ്പൊ ഒരു കൊച്ചു തവള അത് കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോ ചുറ്റുവട്ടത്ത് നിന്നവരൊക്കെ കൂക്കി വിളിച്ച് പരിഹസിച്ചു. പുള്ളിപ്പുലിക്കും അണ്ണാനും ഉടുമ്പിനും കഴിയാത്തത് ഇനിയിപ്പോ കൊച്ചു പച്ചത്തവളയ്ക്കാ പറ്റുക? തവള അതിലോട്ട് കയറാൻ പോയപ്പോ നാനാ ഭാഗത്തുനിന്നും മറ്റു മൃഗങ്ങളൊക്കെ കൂക്കി വിളിച്ച് പരിഹസിച്ചു. ഭയങ്കര കൂക്കുവിളി. തവള ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. തവള നേരെ മരത്തിന്റെ മുകളിൽ കയറി കിരീടം മേടിച്ചു. തവള അത് ശ്രദ്ധിച്ചേയില്ല. സമ്മാനം കൊടുക്കാൻ നേരത്തെ രാജാവ് തവളയോട് ചോദിച്ചു, തവളെ, ചുറ്റുഭാഗത്ത് നിന്ന് ഇത്രയും ആളുകൾ കൂക്കി വിളിച്ചിട്ടും പരിഹസിച്ചിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെ മരത്തിന്റെ മുകളിൽ കയറിയുന്നു? ഇത് ചോദിച്ചപ്പോഴും തവള ഒന്നും മിണ്ടിയില്ല. രാജാവിന്റെ നേരെ ഇങ്ങനെ നോക്കി. അപ്പൊ അപ്പുറത്ത് നിന്നിട്ട് തവളയുടെ അമ്മ വിളിച്ചു പറഞ്ഞു അത്രേ, രാജാവേ, അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടന, അവനൊന്നും കേൾക്കൂല. അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടന, അവനൊന്നും കേൾക്കൂല. പൊട്ടനായതുകൊണ്ട് ചുറ്റുഭാഗത്തുനിന്ന് കൂക്കുവിളിയും പരിഹാസങ്ങളും ചെവിയിൽ കേൾക്കാത്തതുകൊണ്ടാണ് തവളയ്ക്ക് മേപ്പോട്ട് കയറാൻ പറ്റിയത്. അപ്പൊ ചില സമയത്ത് നമ്മൾ സ്വയം പൊട്ടനാവണം. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ മേപ്പോട്ട് പോകും. കൂക്കി വിളിച്ചവൻ കീപ്പോട്ടും വരും. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ശുജായി ചോദിച്ചതുപോലെ ബുദ്ധി കൂർമ്മതയുള്ളവർ കൽപ്പ മാത്രം പോരെ, പിന്നെ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ്. പിന്നെ നട്ടലൂരിട്ട് വാഴപ്പിണ്ടി വെക്കണമല്ലേ നല്ലത്? എല്ലാവർക്കും അങ്ങനെ വഴങ്ങിക്കൊടുക്കാനാണെങ്കിൽ, ഒരാൾ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് ചായാനാണെങ്കിൽ, പിന്നെ നട്ടല്ലെന്തിനാ അള്ളാഹു നേരിട്ട് തന്നത്? വാഴപ്പിണ്ടി അവിടെ അങ്ങോട്ട് വെക്കണല്ലേ, ഫ്ലെക്സിബിൾ ആവും. എപ്പോഴും ഉള്ളത് പറയുമ്പോ വിമർശനങ്ങൾ ഉണ്ടാവും. പക്ഷെ പറയുന്നത് കൃത്യമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ആരുടെയും കാലിൽ കമഴ്ന്നു വിടാൻ അത് പറ്റൂല. നടന്നു വരുമ്പോൾ കയ്യിൽ തട്ടിയുള്ള സൗഹൃദമാവാം, മുമ്പിൽ വരുമ്പോൾ കാലിൽ കമഴ്ന്നു വീണ് കിടക്കൽ വിധേയത്വമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മുമ്പിൽ കാണുമ്പോൾ കയ്യിൽ തട്ടിയുള്ള സൗഹൃദമാവാം, അതാണ് നന്മ. പക്ഷെ മുമ്പിൽ കാണുമ്പോൾ കാലിൽ കമിഴ്ന്നു വീണ് കിടക്കൽ അത് വിധേയത്വമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അള്ളാഹു നമുക്ക് പറയാനുള്ള ബോധ്യം നൽകി അനുഗ്രഹിക്കുമാറാകും.